മദ്യപാനികളെ ഇതിലെ ഇപ്പോൾ ബ്രൂവറി എന്ന് പറഞ്ഞൊരു അഴിമതി വിവാദങ്ങൾ സർക്കാരിനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ മദ്യവും ലോട്ടറിയും ആണ് കേരളത്തെ പിടിച്ചു നിർത്തുന്നതെന്ന് പണ്ടേ മുതലേ പറയുന്ന ഒരു കാര്യവും കൂടിയാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ മദ്യത്തിന് വില കൂടാൻ പോവുകയാണ് അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത്. വില കൂട്ടിയായാലും ആളുകൾ കഴിക്കും എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന സർക്കാരാണ് നമുക്കുള്ളത്. പിന്നെ നികുതി പിരിവിന് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതും മദ്യത്തിൻ്റെ ഒരു പ്രധാനമാണ്. ട്രാൻസ്പോർട്സിൽ നിന്ന് തന്നെയാണ് ടാക്സ് കിട്ടുന്നത്. അതുകൊണ്ട് എന്തായാലും ആർക്കും വെട്ടിക്കാനൊരു അവസരം ഇല്ലാത്തതുകൊണ്ട് സർക്കാരിന് കൃത്യമായിട്ട് ടാക്സ് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ സാധനങ്ങളൊന്നും GSTയുടെ അടിയിൽ വരാത്തതും, പെട്രോളും ഡീസലും മദ്യവും. അതുകൊണ്ട് വാറ്റാണ് സർക്കാരിന് എത്ര വേണമെങ്കിലും ടാക്സ് ഇടാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏതാണ്ട് 254% ടാക്സ് ആയിട്ടുണ്ട് സർക്കാരിന് കിട്ടുന്നത് മാത്രം. ഞാനിത് നമ്മൾ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതിൻ്റെ ഒക്കെ ഒരു വില ഒരു 51 രൂപയോ അങ്ങാണ്ട് രൂപയേ ഉള്ളൂ ഈ സാധനം ഒരു കുപ്പിയിൽ ഉണ്ടാക്കി പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ. ഇതിന് വാങ്ങിക്കുന്ന വില 600 രൂപ അല്ലേ? അതെ, 600 രൂപയുടെ മുകളിൽ വരും. അത് 650 ആവും. ഈ ജവാൻ എന്ന് പറഞ്ഞ മദ്യത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ജവാൻ 650 രൂപയാവുന്നതാണ് കേരളത്തിൽ. ഒരു ലിറ്റർ മദ്യത്തിന് 650 രൂപ ജവാന് മാത്രം. ജവാൻ എന്ന് പറയുന്നത് സാധാരണ ഒരു മദ്യമാണ്. 650 പിന്നെ ഒരു 20 രൂപ ടാക്സ്, 20 രൂപ മറ്റേ സെസ്സും കൂടെ വരും, പിന്നെയും കൂടും. പക്ഷേ ഇത്രയൊക്കെ 100%, 100ന്റെ മുകളിൽ ഇപ്പം എത്രയാ പറഞ്ഞ ശതമാനം? 254% വില കൂട്ടി വാങ്ങിച്ചിട്ടും ഈ സാധനങ്ങളൊക്കെ നഷ്ടത്തിലാണെന്ന് പറയുന്ന സർക്കാരിനെയാണ് നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ക്യൂവിനൊരു കുറവുമില്ല. ഈ ബിവറേജ് ഔട്ട്ലെറ്റുകളുടെയൊക്കെ സൈറ്റിൽ ഈ മറ്റേ കപ്പലണ്ടി വീറ്റ് നടക്കുന്നവൻ വരെ ഇന്ന് വലിയ ആർഭാട ബംഗ്ലാവിലൊക്കെയാണ് താമസിക്കുന്നത്. എന്നാലും ഇവിടെ ശമ്പളം കൊടുക്കാൻ പൈസയില്ല. ഇത് നഷ്ടത്തിലാണെന്ന് പറയുന്ന ഗുഡ്സ് ആണ്. ബിവറേജ് ഇപ്രാവശ്യം നഷ്ടത്തിലായിരുന്നില്ല. കാരണം നല്ല ബോണസ് ആയിരുന്നു ഇപ്രാവശ്യം ഗവൺമെന്റ് ബിവറേജ് ജീവനക്കാർക്ക് കൊടുത്തത്. ഈ വർഷം ഇത് നഷ്ടത്തിലാവുന്ന എനിക്ക് പ്രതീക്ഷയില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നഷ്ടത്തിലായിരുന്നു. ഇപ്രാവശ്യം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാലും നഷ്ടം അത് പിന്നെ മിസ്മാനേജ്മെന്റ് ചെയ്ത് ഇതിലായാലും ഉണ്ടാവും. കാരണം ലോകത്ത് ഏറ്റവും വലിയ ലാഭം കിട്ടുന്ന കച്ചവടമാണ് മദ്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോലും നഷ്ടം ഉണ്ടാക്കാൻ കേരള സർക്കാരിനെ പറ്റുള്ളൂ. അതെ, അതിന്റെ ഒരു മിടുക്ക്. കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ല, അതിന്റെ മുമ്പിൽ കപ്പലണ്ടി കച്ചവടം നടത്തുന്നവര് ആഡംബര ബംഗ്ലാവും ഈ സാധനം നഷ്ടത്തിലും ചിലപ്പോൾ ഇതിന്റെ വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥ ഒക്കെ വരും. തമാശയാണ്. പക്ഷെ അതാണ് മിസ്മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അഴിമതി എന്ന് പറയുന്നത്. അഴിമതി മദ്യത്തിൽ കൂടുതലാക്കാം. കാരണം ആൾക്കാർ ഇത് കുടിച്ചോളും. കേരളത്തിൽ എന്താ പറയുക, നമ്മൾ ഒരു വലിയൊരു സെലിബ്രേഷൻ, ഓണോ ക്രിസ്മസോ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ ഏത് ജില്ല, ഏത് നാട് ഏറ്റവും കൂടുതൽ വിറ്റത് എന്നുള്ളത്. അപ്പോൾ കേരളം അത് ഭയങ്കരമായിട്ട് സർക്കാർ തന്നെ ഇതിനൊരു പരസ്യം കൊടുക്കുന്നു. അതെ. അപ്പോൾ ഇത് വില കൂട്ടിയാൽ അത് ഈ മദ്യവർജനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഒരു പ്രമോ ആദ്യം പോയിരുന്നു. മറ്റേ ആദ്യത്തെ LDF വരും എല്ലാം ശരിയാവും പറഞ്ഞ കാലഘട്ടം. 2 കാലഘട്ടം. ബാറല്ല തുറക്കുക, അതെ, സ്കൂളുകളാ തുറക്കുക എന്ന് പറഞ്ഞു. അതെ, 2 കാലഘട്ടമുണ്ട്. ഇനി ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന 2 ചരിത്ര കാലഘട്ടമാണ്. ചിലപ്പോൾ അത് 3 ആവാൻ സാധ്യതയുണ്ട്. ഒന്ന് LDF വരും എല്ലാം ശരിയാവും, 2 ഉറപ്പാണ് LDF. ഈ 2 കാലഘട്ടങ്ങൾ ഇനി കേരളത്തിന്റെ ചരിത്രം പഠിക്കുന്നവർക്ക് ഈ പറയുന്ന പോലെ ആ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതിനൊരു 3ാം ഘട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, K3 P3 എന്നൊക്കെ പറയാം. ആ ഘട്ടം വരൂ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതല്ല വിഷയം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാധാരണക്കാരാണ് ഈ ജവാൻ ഉൾപ്പെടെയുള്ള മദ്യങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവർ ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്ന കണക്കിന് കൃത്യമായ രീതിയിലാണ് നമ്മൾ നോക്കൂ. ഈ ഒരു ദിവസത്തെ ഒരാളുടെ ഒരു കൂലിപ്പണിക്കാരൻ അല്ലെങ്കിൽ ഡെയിലി വേതനമായിട്ട് ജോലിക്ക് പോകുന്ന ഒരാൾ സമ്പാദിക്കുന്ന പണത്തിനെ കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് 1000 രൂപ കൂലിയായി കഴിഞ്ഞാൽ അവിടെ 650 ആവും. 1200 ആകുമ്പോൾ നോക്കിക്കോളൂ, അതൊരു 800 ആവും. അപ്പോൾ എന്തൊരു കഷ്ടമാണ് എന്നുള്ളതാണ്. ഈ നികുതി കുറച്ചിട്ട് മിനിമം ആൾക്കാരുടെ വീട്ടിലോട്ട് ഏറ്റവും കുറച്ചും കൂടെ കാശ് വീട്ടിലോട്ട് എത്തിക്കാനും ബാക്കിയുള്ള കച്ചവടക്കാരും ഉണ്ടല്ലോ ഈ നാട്ടിൽ, അവർക്കും കാശ് എത്തിക്കുന്ന രീതിയിലോട്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇൻകം ടാക്സ് വരെ കുറയ്ക്കാനുള്ള പ്ലാനുകൾ ഉണ്ട് എന്നാണ്. കാരണം വിപണിയിൽ പൈസ വരാൻ. അപ്പോൾ ഈ മദ്യത്തിൻ്റെ നികുതി കുറച്ചിട്ട് ബാക്കിയുള്ള വിപണികൾക്കും കൂടെ ഉഷാറാകുന്ന രീതിയിൽ വേണം സർക്കാരിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ.
അല്ലെങ്കിൽ സർക്കാർ വെറും മദ്യപാനികളെ പിഴിഞ്ഞ് മാത്രം ജീവിക്കുക എന്ന് പറയുന്നത്. അമേരിക്കയിൽ പോയി മടക്ക് കസേരയിൽ പോയി ഇരിക്കണമെങ്കിൽ നാട്ടുകാർക്ക് പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? അതുപോലെ വിദേശത്ത് പോയി ഫാമിലി ആയിട്ട് ടൂർ പോകണമെങ്കിലോ കണ്ണാടി മേടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യണമെങ്കിലോ അല്ല അഴിമതി നടത്തണമെങ്കിലോ 100 രൂപയുടെ സാധനം 15,000 രൂപയ്ക്ക് മേടിക്കണമെങ്കിലോ ഒക്കെ അല്ലെങ്കിൽ 500 രൂപയുടെ PPE കിറ്റ് 1500 രൂപയ്ക്ക് മേടിക്കണമെങ്കിലോ സർക്കാർ ജനങ്ങളുടെ കയ്യിൽ കാശുണ്ടായിട്ട് കാര്യമില്ല. സർക്കാരിന്റെ കയ്യിൽ ഖജനാവിന് കാശ് വേണം. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ പോയി വെള്ളപ്പൊക്കത്തെ കുറിച്ച് പഠിക്കണം, കൃഷിയെ കുറിച്ച് പഠിക്കണം. അതുപോലെ 10 കോടി രൂപ മുടക്കി ഇവിടുന്ന് ബിസിനസ് സംരംഭങ്ങളെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ട് പോയിട്ട് ഒന്നുമില്ലാതെ തിരിച്ചു വരണം. അപ്പൊ ഇതൊക്കെ നഷ്ടപരിപാടിയാ. അപ്പൊ അതിന് ഇതൊക്കെയാണ് മാർഗം. അതെ, ആകെ പിഴിയുക എന്നുള്ളത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കാശ് മേടിക്കാൻ പറ്റുന്ന മദ്യപാനികളോട് മാക്സിമം മേടിക്കാം. അതിപ്പോ ഈ സർക്കാർ 10% കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10%. ഇപ്പം 51 രൂപയുടെ കുപ്പിക്ക് ഈ ഉണ്ടാക്കുന്ന ആൾക്ക് കിട്ടുന്ന 5 രൂപയാണെങ്കിൽ സർക്കാരിന് കിട്ടുന്നത് 25 രൂപയായിരിക്കും, അല്ലെങ്കിൽ 15 രൂപ 16 രൂപ നിരക്കിൽ സർക്കാരിൻ്റെ കയ്യിലോട്ട് വരും. അപ്പോഴും സർക്കാരിനാണ് ലാഭം. എന്താ പറയുക, മദ്യ കമ്പനികളെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ പിന്നെ ആവശ്യപ്രകാരം മദ്യത്തിന്റെ വില കൂട്ടി എന്ന് പറഞ്ഞാലും ലാഭം സർക്കാരിന് തന്നെയാണ്. ലഹരിക്ക് ഒരു പഞ്ഞവുമില്ലാത്ത നാടായി മാറി കേരളം. കാരണം ഈ പൊടിയും കഞ്ചാവും ഒക്കെ അല്ല, ഇതിന്റെ വില കുറച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ചിലപ്പോൾ കുറയാം. ഇപ്പം ഭയങ്കരമായിട്ട് ഈ MDMA എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിൽ എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കിട്ടുന്നൊരവസ്ഥയിലോട്ട് എത്തി. അപ്പം ഇവിടെ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ നൈസായിട്ട് ചോദിച്ചാൽ കിട്ടുന്ന അവസ്ഥയിലോട്ട് എത്തി ഇപ്പോൾ സാധനം. ഇതെവിടെയൊക്കെ കിട്ടും എന്നുള്ളത് പറയാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ പേപ്പറിൽ കാണുന്ന ന്യൂസ് കണ്ടാൽ തന്നെ അറിയാം. പെമ്പിള്ളാരൊക്കെയാണ് ഇപ്പോൾ പോലീസ് പിടിക്കുന്ന MDMA കൈ വെച്ചു എന്നും പറ്റില്ല, അല്ലെങ്കിൽ വിൽക്കാൻ നടക്കുന്നവരുടെ. നമുക്ക് പ്രസ് റിലീസ് നമ്മുടെ പ്രസ് റിലീസുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം നല്ല കുട്ടികൾ 19 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് പേപ്പറിൽ ഫോട്ടോ ഉണ്ട്. ഇങ്ങനത്തെ ഈ ലഹരിയുടെ നിരോധിത ലഹരികൾ കൂടുകയാണ് ഈ മദ്യത്തിന് ഇങ്ങനെ വില കൂടുമ്പോൾ. ഇതൊക്കെ കുറയ്ക്കാൻ സർക്കാർ എന്തെങ്കിലും ചെയ്യേണ്ടത്. ലഹരി എന്ന് പറയുന്ന യുവത്വത്തെ നശിപ്പിക്കുന്ന, വലിയ ഒരു കുടുംബത്തെ പോലും നശിപ്പിക്കുന്ന, നാമാവശേഷമാക്കുന്ന ഒരു ബിസിനസ്സിലൂടെ പണം സമ്പാദിച്ചാൽ അത് ദൈവമുണ്ടോ ദൈവമില്ലേ എന്നുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോൾ പോലും അത്തരത്തിൽ സമ്പാദിച്ച് മുന്നോട്ട് പോകുന്ന ആരും തന്നെ രക്ഷപ്പെടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം അത് നീതിക്ക് നിരക്കുന്നതല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായ സത്യം. എന്തായാലും ലഹരി ഇല്ലാത്ത ഒരു കേരളം സൃഷ്ടിക്കപ്പെടട്ടെ എന്നെങ്കിലും എന്ന് പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം. മറ്റു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.